ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബോൺലെസ് ചിക്കൻ. നിങ്ങൾക്ക് ബോണിനോട് കൂടിയും എടുക്കാം, പക്ഷേ അതിൻ്റെ പീസസ് ആക്കുമ്പോൾ അത് ചെറിയ ചെറിയ പീസസ് ആക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ് പൊടി, ഒരു ചെറുനാരങ്ങയുടെ പകുതി. ഇതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ മാരിനേഷൻ ചെയ്യാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നു, ഉപ്പ് പൊടിയിട്ടു, ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇട്ടു, ഇതെൻ്റെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നു. ഇനി ഞാനിത് ഒരു 4-5 മിനിറ്റ്സ് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ഞാനിത് ശരിക്കും മിക്സ് ചെയ്തു. ഇനി ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് കൂടാതെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇത് 3 സവോള കഴിയുന്നതും കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്. നിങ്ങൾ കാശ്മീരി മുളകിന് പകരം എരിവുള്ള മുളക് പൊടി എടുക്കുന്നെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് ഒരു 25 വെളുത്തുള്ളിയുടെ അല്ലി. ഇത് ഞാൻ നടുവെ പൊളർന്ന് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് എണ്ണ. 20 മിനിറ്റായി. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്തു. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നു. പാൻ വെച്ചു. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ഈ എണ്ണ ചൂടാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ ഈ സവോള അരിഞ്ഞ് വെച്ചതിട്ടു. ഈ സവോള ബ്രൗൺ ആകുന്നത് വരെ നമുക്കിനി ഇത് മിക്സ് ചെയ്തിട്ടേ ഇരിക്കണം. ഒനിയൻ ബ്രൗൺ ആയി തുടങ്ങി. ഗ്യാസ് ഞാൻ ലോ ഫ്ലെയിമിലേക്കാക്കി. ഇനി ഇതിലേക്ക് ഞാൻ ഈ ചിക്കൻ ഇടുന്നു. ഗ്യാസ് വീണ്ടും ഹൈ ഫ്ലെയിമിലേക്കാക്കുന്നു. ഒരു 3 to 4 മിനിറ്റ്സ് നമുക്കിത് മിക്സ് ചെയ്യണം. 4 മിനിറ്റ്സായി. ചിക്കൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നു. ഞാൻ ഈ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ഇത് ഈ പൊടികളെല്ലാം കൂടെ വെളുത്തുള്ളിയുടെ കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്രഷ് ചെയ്തെടുക്കാം. ഇതായിട്ടുണ്ട്. ചിക്കൻ 10 മിനിറ്റ് ആയി. പക്ഷേ ഇതിലിപ്പോഴും വെള്ളമുണ്ട്. ഈ വെള്ളം പറ്റുന്നത് വരെ നമുക്കിതൊന്ന് ട്രൈ ചെയ്തെടുക്കണം. തീ ഞാനൊരു സ്വല്പം കൂടെ കൂട്ടുന്നു, ലോ മീഡിയം. ഈ വാട്ടറെല്ലാം പറ്റിക്കഴിയുമ്പോൾ ഇനിയും ഒന്ന് നമുക്ക് നോക്കാം. വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഇടാം.
ഈ മസാല ക്രഷ് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം ഒട്ടും ചേർക്കരുത്. ഗ്യാസ് ലോ മീഡിയം ഫ്ലെയിമിൽ ഈ മസാലയെല്ലാം മിക്സ് ആകുന്നതിന് കുറഞ്ഞൊരു 5 മിനിറ്റ്സ് എങ്കിലും എടുക്കും. 5 മിനിറ്റായി. ഈ ചിക്കൻ നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ കരിവേപ്പില ഇടുന്നു. പിന്നെ മിക്സ് ചെയ്യുന്നു. ഇനിയും ഇത് ലോ ഫ്ലെയിമിൽ ഞാനൊരു 3 മിനിറ്റും കൂടെ വെക്കാൻ പോകുന്നു. ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ പകുതി ഇരിക്കുന്ന നാരങ്ങ നീര് ഇതിൻ്റെ പുറത്ത് ഇനിയും ഒഴിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല. അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അകത്ത് പ്രിസർവേറ്റീവായിട്ട് ഞാൻ ഉപ്പും വിനീഗറും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുളിയും വരും. അതുകൊണ്ട് ഇനിയും നാരങ്ങ നീരൊഴിച്ചാൽ പുളി കൂടിപ്പോവും. ഇത് ഡിഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഇനിയും കാണാം. നമ്മുടെ ഗാർലിക് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. സ്വല്പം മല്ലിയില ഇട്ട് ഞാനിത് ഗാർണിഷ് ചെയ്തു. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കേണ്ട. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറെ ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.